നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. വിപണിയിൽ ഒരു ഓഹരിയെ ഏതൊക്കെ രീതിയിൽ വിലയിരുത്താമെന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ രൂക്ഷമായതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ ഒരു നല്ല ഓഹരി തിരഞ്ഞെടുക്കുമെന്ന കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ? ഇന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് അനുയോജ്യമായ ഓഹരി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. കഥ പറയുന്നതിന് ഒരു വീക്ക്നെസ് ആയിപ്പോയി, അതുകൊണ്ട് ഒരു കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ കരീമിക്ക ഫൈസിക്ക് ഹോട്ടൽ ഏൽപ്പിച്ചു പോയല്ലോ. അങ്ങനെ ഫൈസി ഉസ്താദ് ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമാകുന്നത്. ഇതോടെ ഗ്യാസ് ക്ഷാമം മൂലം പല ഹോട്ടൽസും പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഫൈസി ആദ്യമായി വർക്ക് ചെയ്ത ഷെഫ് ബാബുവിന്റെ 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ബിസിനസ് കുറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ഷെഫ് ബാബു ഫൈസിയുടെ ഹോട്ടലിലേക്ക് വന്നു. പക്ഷെ ഹോട്ടലിൽ എല്ലായ്പ്പോഴും ഉള്ള അതേ തിരക്ക്. ഇതിന്റെ സൂത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫൈസി പറഞ്ഞു ഓൾറെഡി അവർക്ക് ഈ പ്രശ്നം നേരിടുന്നതിനുള്ള ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നെന്ന്. മാത്രമല്ല ഈ സാഹചര്യം അവർ അവസരമാക്കി എടുത്തുകൊണ്ട് ഫുഡ് വില ഉയർത്തുകയും ചെയ്തു. എന്നിട്ടും കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് വന്നില്ല. ഇവിടെ ഫുഡിന്റെ വില കൂടിയിട്ടും കസ്റ്റമേഴ്സ് അത് ശ്രദ്ധിച്ചില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? ഒന്നാമത്തെ കാരണം കരീമിക്കയുടെ ഉസ്താദ് ഹോട്ടൽ എന്ന ബ്രാൻഡ് തന്നെയാണ്. അത് ജനശ്രദ്ധ നേടി. വില കൂടിയിട്ടും അവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ 2 കാരണം പറയാം. ഒന്നാമത്തെ കാരണം അവരുടെ ബിസിനസ് തന്നെയാണ്. ഭക്ഷണം എന്നത് എവർഗ്രീൻ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഇനിയുള്ള കാരണമാണ് പ്രധാനം. ഇന്ധന വില കുതിച്ചുയരുമ്പോൾ 90% കമ്പനികളും അതിന്റെ പ്രത്യാഘാതം നേരിടുന്നുണ്ട്. എന്നാൽ ചില കമ്പനികൾ തങ്ങളുടെ ലാഭം ഇരട്ടിയാക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു? ഇവിടെയാണ് പ്രൈസിംഗ് പവർ എന്ന നിഗൂഢമായ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. വിലക്കയറ്റത്തെയും പണപ്പെരുപ്പത്തെയും അതിജീവിച്ച ഭാവിയിൽ ഒരു പക്ഷേ മൾട്ടി ബാഗർ ആകാൻ ശേഷിയുള്ള കമ്പനികളാണിവ. നമുക്ക് കമ്പനികളുടെ പ്രൈസിംഗ് പവർ എന്ന ആശയത്തെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാം. ഒപ്പം ബോണസായി പ്രൈസിംഗ് പവർ ഉള്ള ഒരു കമ്പനിയുടെ കേസ് സ്റ്റഡി കൂടെ നോക്കാം. ആദ്യം തന്നെ എന്താണ് പ്രൈസിംഗ് പവർ എന്ന് നോക്കാം. കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ഉപഭോക്താക്കൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്തുകയോ മറ്റു കമ്പനികളിലേക്ക് മാറുകയോ ചെയ്യാത്ത അവസ്ഥയാണിത്. ലളിതമായി പറഞ്ഞാൽ വില കൂടിയാലും ഉപഭോക്താക്കൾക്ക് ആ ഉൽപ്പന്നം അനിവാര്യമായി തോന്നുന്ന അവസ്ഥ. പ്രൈസിംഗ് പവർ ഉള്ള കമ്പനികളുടെ പ്രത്യേകതകൾ നോക്കാം. വില വർധനവ് ബാധിക്കില്ല എന്നതാണ് ഇതിൽ ആദ്യത്തെ പ്രത്യേകത. ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാലും ഡിമാൻഡിൽ കാര്യമായ കുറവുണ്ടാകില്ല. ഇത്തരം കമ്പനികൾക്ക് കോമ്പറ്റേറ്റേഴ്സ് കുറവായിരിക്കും. അതായത് ഉൽപ്പന്നങ്ങൾക്ക് പകരം മറ്റൊന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ ഉപഭോക്താക്കൾക്ക് കഴിയില്ല. ഒപ്പം കസ്റ്റമേഴ്സിന്റെ ഇടയിലുള്ള വിശ്വാസം തന്നെയാണ്. ഉൽപ്പന്നത്തിന്റെ വിശ്വാസ്യതയും ഗുണനിലവാരവും കാരണം ഉപഭോക്താക്കൾ ആ ബ്രാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും. നമ്മളെ പോലുള്ള നിക്ഷേപകർക്ക് ഇത് എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് ചോദിച്ചാൽ ഇത്തരം കമ്പനികളുടെ ഉയർന്ന ലാഭക്ഷമത തന്നെയാണ്. പണപ്പെരുപ്പം കാരണം അസംസ്കൃത വസ്തുക്കളുടെ വില കൂടുമ്പോൾ ആ അധിക ചെലവ് ഉപഭോക്താക്കളിലേക്ക് മാറ്റാൻ പ്രൈസിംഗ് പവർ ഉള്ള കമ്പനികൾക്ക് സാധിക്കുന്നു. ഇത് അവരുടെ ലാഭം കുറയാതെ നിലനിർത്താൻ സഹായിക്കുന്നു. തുടർച്ചയായ വളർച്ചയാണ് അടുത്തത്. ചെറിയ തോതിലുള്ള വില വർധനവ് പോലും വർഷാവർഷം വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഒപ്പം ഒരു മോട്ട് പോലെ പ്രവർത്തിച്ച് മറ്റു കമ്പനികളുടെ വിപണിയിൽ നിന്ന് അകറ്റി നിർത്താൻ ഇത് സഹായിക്കുന്നു. ഇനി പ്രൈസിംഗ് പവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ പ്രൈസിംഗ് പവർ ലഭിക്കുന്നതിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശക്തമായ ബ്രാൻഡ് തന്നെയാണ് ആദ്യത്തേത്. ടൈറ്റൻ, നെസ്ലെ പോലുള്ള കമ്പനികൾ ബ്രാൻഡ് വിശ്വാസം കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റ് ലീഡർഷിപ്പ് മറ്റൊരു ഫാക്ടറാണ്. വിപണിയിൽ വലിയൊരു പങ്കുള്ള കമ്പനികൾക്ക് വിതരണ ശൃംഖലയിലും മറ്റും മേധാവിത്വം ഉണ്ടാകും. ഡിഫൻസീവ് സെക്ടറിൽ ഉൾപ്പെടുന്നതും ഒരു കാരണമാണ്. കാരണം പാല്, മരുന്നുകൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ വില വർധനവിനെതിരെ പെട്ടെന്ന് പ്രതികരിക്കില്ല. ഉയർന്ന സ്വിച്ചിങ് കോസ്റ്റ് ആണ് അടുത്തൊരു ഫാക്ടർ. ഒരു ഉപഭോക്താവ് താൻ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൽ നിന്നോ സേവനത്തിൽ നിന്നോ മറ്റൊരു ബ്രാൻഡിലേക്ക് മാറുമ്പോൾ അനുഭവപ്പെടുന്ന സാമ്പത്തികമോ സമയപരമോ അല്ലെങ്കിൽ മാനസികമോ ആയ ബുദ്ധിമുട്ടുകളെയാണ് സ്വിച്ചിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ആ കമ്പനിക്ക് പ്രൈസിംഗ് പവർ ഉണ്ടായിരിക്കും. ലിമിറ്റഡ് ആയ കോമ്പറ്റീഷനും മറ്റൊരു കാരണമാണ്. നിയന്ത്രണങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ, ഉദാഹരണത്തിന് ഇൻഷുറൻസ്, പവർ യൂട്ടിലിറ്റി പോലുള്ള മേഖലകളിൽ പുതിയ കമ്പനികൾക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. ഇനി എങ്ങനെയാണ് ഇത്തരം കമ്പനികൾ നമ്മൾ കണ്ടുപിടിക്കുക? കഴിഞ്ഞ 5 മുതൽ 10 വർഷത്തെ ഓപ്പറേറ്റിംഗ് മാർജിൻ പരിശോധിക്കുക. ഇത് സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ കമ്പനിക്ക് പ്രൈസിംഗ് പവർ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഉയർന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ടോ എന്ന് നോക്കുക. മികച്ച റിട്ടേൺ നൽകുന്ന കമ്പനികൾ പ്രൈസിംഗ് പവർ ഉള്ളവയായിരിക്കാം. കമ്പനി തങ്ങളുടെ കോസ്റ്റ് വർധനവ് ഉപഭോക്താക്കളിലേക്ക് മാറ്റുന്നുണ്ടോ എന്ന് ആനുവൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുക. ചുരുക്കത്തിൽ ഏത് സാമ്പത്തിക അവസ്ഥയും ലാഭത്തിൽ തുടരാൻ കഴിയുന്ന കമ്പനികളെ കണ്ടെത്താൻ നിക്ഷേപകർക്ക് ഈ തന്ത്രം സഹായിക്കുന്നു. ഇനി ഉയർന്ന പ്രൈസിംഗ് പവർ ഉള്ള ഒരു കമ്പനി നമുക്ക് പരിചയപ്പെടാം. കൺസ്യൂമർ ഡിസ്ക്രിഷണറി മേഖലയിൽ നിങ്ങൾക്ക് പരിചിതമായ എന്നാൽ വിപണിയിൽ അധികം ശ്രദ്ധിക്കാൻ വിട്ടുപോയ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഇതിന് മികച്ച ഉദാഹരണമാണ്. അവരുടെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡ് ഫെവിക്കോൾ അറിയാത്തവർ ആരാണുള്ളത്? പശ എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് പോലും ആദ്യം ഓടിയെത്തുന്ന പേര് ഫെവിക്കോൾ ആണ്. ഇവരുടെ പ്രൈസിംഗ് പവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം.
പെയിന്റിംഗ് വിപണിയിൽ ഏഷ്യൻ പെയിന്റ്സ് എങ്ങനെയാണോ അതുപോലെയാണ് പശ വിപണിയിൽ പിഡിലൈറ്റ്. ഫെവിക്കോൾ എന്ന പേര് തന്നെ പശയുടെ പര്യായമായി മാറി. ഒരു മരപ്പണിക്കാരനോ സാധാരണ ഉപഭോക്താവോ ഒരു പശ ചോദിക്കുമ്പോൾ ഫെവിക്കോൾ തരുമോ എന്നാണ് ചോദിക്കുക. ഇതിനെയാണ് ബ്രാൻഡ് റീകോൾ എന്ന് പറയുന്നത്. സ്വിച്ചിങ് കോസ്റ്റ് ഇവിടെ വർക്ക് ആവുന്നുണ്ടോ എന്ന് കൂടെ നോക്കാം. ഒരു കബോർഡോ കട്ടിലോ ഉണ്ടാക്കുമ്പോൾ മരപ്പണിക്കാരൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പശയുടെ ഗുണനിലവാരമാണ്. മോശമായ പശ ഉപയോഗിച്ചാൽ ഫർണിച്ചർ പൊളിഞ്ഞു പോകും. തങ്ങളുടെ പ്രശസ്തിയെ ബാധിക്കുമെന്ന ഭയം കൊണ്ട് ഒരു മരപ്പണിക്കാരൻ ഒരിക്കലും വില കുറഞ്ഞ മറ്റൊരു പശയിലേക്ക് മാറാൻ തയ്യാറാവില്ല. ഇവിടെ ഫെവിക്കോൾ വില അല്പം വർദ്ധിച്ചാലും മരപ്പണിക്കാരനോ ഉപഭോക്താവോ അത് കാര്യമാക്കാറില്ല. ഇത് പിഡിലൈറ്റിന് വലിയൊരു പ്രൈസിംഗ് പവർ നൽകുന്നുണ്ട്. പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അടുത്ത ഫാക്ടർ. ഫെവിക്കോൾ മാത്രമല്ല, ഫെവിസ്റ്റിക്, എംസീൽ, ഫെവിക്രൈൽ തുടങ്ങി ദശകങ്ങളായി ഇവർ നിരവധിയായ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ട്. ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ഉപഭോക്തൃ അടിത്തറയുണ്ട്. ലാഭക്ഷമതയിലെ സ്ഥിരതയാണ് മറ്റൊരു സവിശേഷത. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ സ്റ്റെബിലിറ്റി എന്നും പറയും. ക്രൂഡ് ഓയിൽ വില കൂടിയാലും റെസിൻ, അതായത് പശയുടെ പ്രധാന ഘടകം, വിലയിൽ മാറ്റം വന്നാലും പിഡിലൈറ്റ് തങ്ങളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ സുരക്ഷിതമായി നിലനിർത്തുന്നു. പണപ്പെരുപ്പം വരുന്ന കാലഘട്ടത്തിൽ പോലും ഇവരുടെ OPM-ൽ വലിയ ഇടിവുണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതിനർത്ഥം അവർ തങ്ങളുടെ വർദ്ധിച്ച ചെലവ് ഉപഭോക്താവിലേക്ക് സുരക്ഷിതമായി മാറ്റുന്നുണ്ടെന്നാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കടകളിൽ ഫെവിക്കോൾ ലഭ്യമാണ്. ഇത് പിഡിലൈറ്റിന്റെ വിതരണ ശൃംഖലയെ മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത വിധം ശക്തമാക്കുന്നു. ഒരു ഉപഭോക്താവിന് തന്റെ ഫർണിച്ചർ സുരക്ഷിതമായിരിക്കണമെന്ന് തോന്നുമ്പോൾ അതിനുവേണ്ടി അല്പം അധികം പണം മടക്കാൻ അവർക്ക് മടിയില്ല. ഈ വിശ്വാസമാണ് പിഡിലൈറ്റിന്റെ പ്രൈസിംഗ് പവറിന്റെ അടിത്തറ. പിഡിലൈറ്റ് എന്നത് വെറും ഒരു കെമിക്കൽ കമ്പനിയല്ല, മറിച്ച് ട്രസ്റ്റ് ബേസ്ഡ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ്. അവരുടെ ഈ വിശ്വാസ്യതയും ഗുണനിലവാരവുമാണ് അവരെ ദശകങ്ങളായി വിപണിയിലെ മൾട്ടി ബാഗർ ഓഹരിയായി നിലനിർത്തുന്നത്. ഇനി കമ്പനിയുടെ മറ്റ് ഡീറ്റെയിൽസ് നല്ലതാണെന്ന് നോക്കാം. ROC അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 29.8%. ഒരു കമ്പനി തന്റെ കൈവശമുള്ള മൂലധനം എത്ര കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് മികച്ച സൂചകമാണിത്. 20% മുകളിൽ നിൽക്കുന്നത് തന്നെ വളരെ നല്ലതാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 23%. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയാലും കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളായി പിഡിലൈറ്റ് സ്ഥിരമായി 20 മുതൽ 24% വരെ മാർജിൻ നിലനിർത്തുന്നുണ്ട്. ഇന്ധന വിലയും അസംസ്കൃത വസ്തുക്കളുടെ വിലയും മാറിയാലും ഈ മാർജിൻ നിലനിർത്തുന്നത് അവരുടെ ശക്തമായ പ്രൈസിംഗ് പവറിന്റെ തെളിവാണ്. സ്റ്റോക്കിന്റെ PE ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഏകദേശം 59.61 ഇത് വളരെ ഉയർന്നൊരു PE ആണ്. വിപണി ഈ കമ്പനിക്ക് വലിയൊരു പ്രീമിയം നൽകുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കമ്പനിയുടെ ഭാവിയിലുള്ള വളർച്ചയും ബ്രാൻഡ് കരുത്തും വിപണി ഇതിൽ പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് ക്യാപ്പ് 1.42 ലക്ഷം കോടിയാണ്. അതായത് പിഡിലൈറ്റ് ഒരു ലാർജ് ക്യാപ് കമ്പനി ആയിട്ട് നമുക്ക് കണക്കാക്കാം. കടം കുറഞ്ഞ കമ്പനിയാണെന്നതാണ് മറ്റൊരു സവിശേഷത. കമ്പനിക്ക് വലിയ ബാധ്യതകൾ ഇല്ലാത്തത് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നു. പ്രവർത്തന മൂലധന ആവശ്യകതകൾ കുറഞ്ഞു വരുന്നത് കമ്പനിയുടെ പണലഭ്യതയെ സഹായിക്കുന്നു. സ്ഥിരതയുള്ള ഷെയർ ഹോൾഡിംഗ് ആണ് അടുത്തൊരു സവിശേഷത. പ്രൊമോട്ടർമാർക്ക് ഏകദേശം 69.3% ഓഹരി പങ്കാളിത്തമുണ്ട്. ഇത് കമ്പനിയിലുള്ള അവരുടെ വിശ്വാസത്തെ കാണിക്കുന്നു. FIകളും DIകളും കമ്പനിയിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. പിഡിലൈറ്റ് ഒരു വാല്യൂ സ്റ്റോക്കിനേക്കാൾ ഉപരി ഒരു ഗ്രോത്ത് സ്റ്റോക്കാണ്. അവരുടെ ഉയർന്ന PE കാണിക്കുന്നത് വിപണി അവർക്ക് നൽകുന്ന വിശ്വാസം കൂടിയാണ്. പിഡിലൈറ്റിന്റെ പ്രൈസിംഗ് പവർ വിപണിയിൽ പ്രകടമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഉയർന്ന PE നൽകാൻ വിപണി തയ്യാറാകുന്നത്. എന്നാൽ ഇത്രയും ഉയർന്ന വാല്യുവേഷൻ ഉള്ളപ്പോൾ ഭാവിയിൽ ലാഭ വളർച്ചയിൽ ചെറിയ കുറവുണ്ടായാൽ പോലും സ്റ്റോക്ക് പ്രൈസിൽ വലിയ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ കമ്പനിയുടെ മാർജിൻ സ്ഥിരതയും പ്രീമിയം പ്രൊഡക്റ്റുകളുടെ വിൽപ്പനയും ശ്രദ്ധിക്കുന്നത് തുടരുക. Yeah.